നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതേപോലെ സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ നെയ്യാണ്. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം. നെയ്യ് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ്. അതേപോലെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ജാറ് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആക്കി വെച്ച ബാറ്റർ കുഞ്ഞു കുഞ്ഞു ദോശ പോലെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ദോശയായിട്ട് ഒഴിച്ചെടുക്കാം നമുക്ക്. അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിലേക്ക് ഒരു ഭംഗി വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ കേട്ടോ. അത് നമുക്ക് ഒരു ഭാഗം ആകുമ്പോൾ അടച്ച് വെച്ച് വേവിക്കണം. അത് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറുഭാഗം ആകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദോശ പോലെ ആക്കിയെടുക്കാം. അതിന് മേലെ മുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ മധുരം ഇട്ട് കൊടുത്തുകൊണ്ട് ചെറിയ മധുരമൊക്കെ ഉണ്ട്. ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.